സ്റ്റാർബക്സ് അതന്നെ 50 രൂപയുടെ കോഫി 300 രൂപയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കുന്ന കമ്പനി. എന്നാൽ ഇപ്പൊ കമ്പനിയുടെ മുകളിൽ കോഫി വീണെന്ന് തോന്നുന്നുണ്ട്. നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പിന്റെ കൂടെയാണ് സ്റ്റാർബക്സ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യയിൽ ഇപ്പൊ സ്റ്റാർബക്സ് ഉള്ളത് 450 സ്റ്റോറുകളാണ്. ആൻഡ് അതുകൂടാതെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് കമ്പനി ഉണ്ടാക്കിയത് 2 ഇരട്ടി റവന്യൂ ആണ്. ഇനി റവന്യൂവിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷം സ്റ്റാർബക്സ് ജനറേറ്റ് ചെയ്ത് 1218 കോടി രൂപയാണ് റവന്യൂ ആണ്, പ്രോഫിറ്റ് അല്ല കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ മാർക്കറ്റ് പിടിച്ചെടുക്കാനും കമ്പനി എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ സ്റ്റോറുകൾ കൊണ്ടുവരാനൊക്കെ ആയിട്ട് കമ്പനിക്ക് വന്ന ലോസും 80 കോടി. നമുക്കറിയാം ഈ 80 കോടിയുടെ ലോസ് ടാറ്റ കമ്പനിക്ക് ഒരു വിഷയമേ അല്ലാന്ന്. അവരുടെ മെയിൻ ഫോക്കസ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ 2028 ആകുമ്പോഴേക്കും 1000 സ്റ്റോഴ്സ്, അതായത് സ്റ്റാർബക്സിന്റെ 1000 സ്റ്റോഴ്സ് ഇന്ത്യയിൽ കൊണ്ടുവരിക. എന്നാൽ ഇപ്പോൾ സ്റ്റാർബക്സിന്റെ CEO പുതിയൊരു ന്യൂസ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എക്സ്പാൻഷന് പറ്റിയ ഒരു ടൈം അല്ല, ടൈറ്റ് സിറ്റുവേഷൻ ആണെന്ന്. പിന്നെ സ്റ്റാർബക്സിന്റെ സ്റ്റോറുകൾക്ക് പറ്റിയ നല്ല ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ടും തന്നെ ഇപ്പൊ ഗ്രോത്ത് ഒന്ന് സ്ലോ ആക്കി വെക്കാമെന്നാണ് CEO പറയുന്നത്. അതുകൊണ്ട് തന്നെ 100 സ്റ്റോർ തുറക്കേണ്ട അടുത്ത് അവർ 80 ആയിട്ട് അത് കുറയ്ക്കും. ഇനിയിപ്പോൾ മാർക്കറ്റ് ബെറ്റർ ആണെങ്കിലോ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 120 സ്റ്റോർ തുറന്ന് ഇതിനെ കവർ ചെയ്യും. നിങ്ങളിപ്പോൾ വിചാരിക്കണ്ടോ ഈ 300-400 രൂപയുടെ കോഫി വിൽക്കുന്ന സ്റ്റാർബക്സ് പോലത്തെ കമ്പനിക്ക് 80 കോടി ലോസ് വരുന്നു, നല്ല ലൊക്കേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ. നമ്മുടെ നാട്ടിലത്തെ ലോക്കൽ ചായക്കടകളുടെ അവസ്ഥ എന്തായിരിക്കും? കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ കൂടുതൽ ബിസിനസ് റിലേറ്റഡും ഇൻഡസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് ഇൻഡസ്ട്രി സബ്സ്ക്രൈബും ചെയ്യാം.